1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിന്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം, ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. 10 കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ, 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം 17C അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട്, കോർട്ടുണ്ട്, എലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. ഇത് ഒരു കൃത്യമായ ഇലക്ഷന് സമയം 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിന്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം, ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. പ്രസിഡന്റ്, ഒരു കാര്യം, അതായത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ജയകുമാർ, അദ്ദേഹത്തിന് ശാസ്ത്രമംഗലത്താണ് സാധാരണ വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവിടെയാണ് വോട്ട്. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു വോട്ട് തൃശ്ശൂരിൽ വന്നു. അത് ചേർക്കുന്നതിൽ തെറ്റില്ല, നിയമപരമായി ശരിയാണ്. പക്ഷേ ഒരു വീട്ടിൽ വോട്ട് ചേർക്കുമ്പോൾ ആ വീട്ടുടമസ്ഥ പോലും ഇങ്ങനെ ഒരു വോട്ടർ ഈ വീട്ടിലുണ്ട് എന്ന കാര്യം അറിയുന്നില്ല. അത് ഏത് രീതിയിലാണ് ഉണ്ടായത്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്ത് വെച്ച് സ്ക്രൂട്ടിനിക്ക് തന്നപ്പോൾ 65,000 വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ? അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അത് അവരുടെ അവകാശമാണ്, അവരുടെ ഒരു കടമയാണ്. ഞാൻ ഇതിന്റെ മെറിറ്റിൽ പോകുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ, നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത്? അത് കോർട്ടുമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അവിടെ പോയി പരാതി കൊടുക്കുക. ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്ന് ഓരോരോ മെറിറ്റിലേക്ക് പോകാൻ താങ്കൾക്ക് കഴിയാത്തത്? അല്ല, ഞാനല്ലല്ലോ പോണ്ടത്. അല്ല, നോക്കൂ, നമ്മൾ തമ്മിലൊരു ആരോപണം ഉയരുമ്പോ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന എന്താ അർത്ഥമുള്ളത്? അല്ല, ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ പറഞ്ഞത് കൃത്യമായ സത്യമാണ് പറഞ്ഞത്. ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ആരോപണം മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ? നോക്കൂ, ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോ ആദ്യത്തെ തവണയാ കാണുന്നത്, കേൾക്കുന്നത്. തെളിവുകൾ നോക്കൂ. ആരും ആദ്യമായി ഉന്നയിച്ച ആരോപണമല്ല, മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്ന ആരോപണമല്ല, വസ്തുതയാണ്. അപ്പൊ ആ വസ്തുത എങ്ങനെ കാണാതിരിക്കും? പ്രസിഡന്റ് പറയുന്നത് മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് ഞാൻ നോക്കൂ, ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു. ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും. ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഒരു കോർട്ടുണ്ട്. അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്താ കൊടുക്കാത്തത്? എന്താണ് അവർ, എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്തു വന്നോ പകുതി നുണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊപ്പഗൻഡ ചെയ്യുന്നത്? അല്ല, ഞാൻ നോക്കൂ, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. ഞാൻ ഇതാണ് പറയുന്നത്. ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല. ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ്. അവർ ചെയ്യുക.
അവരെ പോയി പരാതി കൊടുക്കുക. നിങ്ങളല്ലാലോ അത് ചെയ്യേണ്ടത്.